സർ, ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്പരപ്പിച്ചുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരാക്രമണം നടന്നിരിക്കുന്നത്. യമൻ തുറമുഖത്തും സൗദി എണ്ണശാലയിലുമാണ് ഹൂതികളുടെ ഭീകരാക്രമണം. അക്ഷരാർത്ഥത്തിൽ ഈ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് 2 ദിവസങ്ങൾക്ക് മുൻപ് സൗദിയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് നൽകിയ അല്ലെങ്കിൽ ഒപ്പിട്ട സംയുക്ത കരാർ. ഇതിന്റെ ഒരു പ്രതിഫലനമാണ് എന്നാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഹൂതികൾ പലതരത്തിലും സൗദിക്ക് നേരെ ചെറുതായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഒരു അനന്തരഫലമാണ് കരാർ എന്നും അതിനുള്ള തിരിച്ചടിയാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന ഭീകരാക്രമണവും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? ഇത് അന്നേരെ പറഞ്ഞതാണ്. സൗദിയോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും രാഷ്ട്രീയ വിശാരദന്മാരും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പോയി തലയിട്ട് കൊടുക്കരുതെന്ന് സൗദിയോടെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. തുർക്കിയും പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള അവർക്ക് പ്രശ്നങ്ങളില്ല. അവർ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും അതിന്റെ ഇടയ്ക്ക് മധ്യസ്ഥത വഹിക്കുകയും അതിന്റെ ഇടയ്ക്ക് നിന്ന് മുതലെടുക്കുകയും രണ്ടാളുകളെ തമ്മിൽ കൂട്ടിയടിപ്പിച്ചിട്ട് ചോര കുടിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇത് രണ്ടും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് വേണേൽ ചെയ്തോട്ടെ. സൗദി അറേബ്യയെ പോലെ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം ഒരു കാരണവശാലും ഇത്തരം ഒരു കരാറിനകത്തില് ഒരു ത്രികക്ഷി കരാറിനകത്ത് പോയി ഒപ്പിടരുത് എന്ന് പലതവണ ആവർത്തിച്ചതാണ്. ഈ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളുടെ അവരുടെ ഒരു നാറ്റോ സഖ്യമാണ് ഉണ്ടായിരിക്കുന്നത്. മെക്ക കരാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് 3 പേരും കൂടെ സൗദിയും പാകിസ്ഥാനും തുർക്കിയും കൂടെ ചേർന്നാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അത് മറ്റേ നാറ്റോ സഖ്യത്തിന്റെ ഒറിജിനൽ കരാർ പോലെ തന്നെയാണ്. അത് ഇതിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടായിട്ട് ചേർന്നിട്ട് ഈ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ അവരെ ആക്രമിക്കും. അതാണ് നാറ്റോ വ്യവസ്ഥയുടെ കണ്ടത്. അതേ പാറ്റേൺ തന്നെയാണ് ഈ 3 രാജ്യങ്ങളുടെ ത്രികക്ഷി കരാറിൽ കൂടെ കഴിഞ്ഞ ദിവസം സാധ്യമായിരിക്കുന്നത്. ഇതിനകത്തിലെ ഏറ്റവും അപകടം പിടിച്ച വശം എന്ന് പറയുന്നത് തുർക്കി ഒറിജിനൽ നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യമാണ്. അപ്പൊ തുർക്കിക്കെതിരെ എവിടെ നിന്നെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ, ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ തുർക്കിയെ സംരക്ഷിക്കാനായിട്ട് നാറ്റോയിലെ എല്ലാവരും വരണം. അങ്ങനെയാണ് കരാറ്. പക്ഷെ നമ്മൾ ഹോർമൂസിൽ കണ്ടതാണ്. ഹോർമൂസിൽ കിടന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഒരുപാട് തവണ വിളിച്ചല്ലോ, എല്ലാവരും വരണമെന്നൊക്കെ പറഞ്ഞപ്പോ ആരും വന്നില്ല. അത് വേറെ വിഷയം. കാരണം അതിന് കരാറൊക്കെ നിലവിലുണ്ട്. പക്ഷെ അവനവന്റെ തടി കേടാക്കാനായിട്ട് ആരും തയ്യാറാകത്തില്ല. അതാണ് അത്തരം കരാറുകളുടെ ഇപ്പൊ നിലവിലുള്ള സ്ഥിതി അതാണ്. പക്ഷെ ഈ 3 രാജ്യങ്ങൾ പാകിസ്ഥാൻ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഒരു ആശങ്ക എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു കൂലിത്തല്ലുകാരുടെ രാജ്യമാണ്. കൂലിത്തല്ല് അതിന്റെ പേരിൽ പ്രതിഫലം മേടിക്കുക, ഒരുതരം ഗുണ്ടാപ്പണിയാണ് ഇപ്പൊ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിനിടയിൽ എന്തായിരുന്നു ഇവിടെ റോള്? ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് സമാധാന ചർച്ച നടത്തിയിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റിനെയും ഇറാന്റെ സമുദരായ നേതാക്കന്മാരെയൊക്കെ ഇസ്ലാമാബാദിലേക്ക് വിളിച്ചു വരുത്തുക, ഹോട്ടലിലൊക്കെ വിളിച്ച് സൽക്കരിച്ചിട്ട് ചർച്ചയൊക്കെ നടത്തുക. അവസാനം ചർച്ച കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു രസീതുണ്ട്, ഇതിനകത്ത് കുറച്ച് പൈസ ഒപ്പിട്ട് തരിക. ഇതല്ലാതെ വേറെ എന്താ അവർ ചെയ്യുന്നത്? അവരെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ ഇതിനിടയിൽ നിന്ന് എന്തെങ്കിലും മുതലാക്കി എടുക്കാൻ പറ്റുമോ? അതാണ് പാകിസ്ഥാന്റെ നോട്ടം. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറില് അടികൊണ്ട് കിടക്കുകയാണ്, നടു ഒടിഞ്ഞു കിടക്കുന്നതായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് അവരിപ്പോ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരിപ്പോ നോക്കിയപ്പോ ഇതിന് പറ്റിയ ഒരു കക്ഷി എന്ന് പറഞ്ഞ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ പറഞ്ഞില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ എണ്ണ സമ്പത്ത് കൊണ്ട് വളരെ അനുഗ്രഹീതമായ രാജ്യമാണ്. അവരിതുവരെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രശ്നങ്ങൾക്ക് നിന്നിട്ടില്ല. അവർ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ഒരു രാജ്യവുമാണ്. പക്ഷേ പാകിസ്ഥാൻ ഈ അടുത്ത സമയത്ത് സൗദിയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾക്ക് അമേരിക്കൻ സംരക്ഷണം ഒന്നും വേണ്ട. എന്തിനാണ് അമേരിക്കയുടെ സംരക്ഷണത്തിന് പോകുന്നത്? അമേരിക്കയുടെ ഈ കുട പിടിക്കാൻ പോയത് കൊണ്ടല്ലേ ഇപ്പൊ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങൾ, കുവൈറ്റ് അടക്കമുള്ള GCC രാഷ്ട്രങ്ങളൊക്കെ അടികൊള്ളുന്നത് അതുകൊണ്ടല്ലേ. അതുകൊണ്ട് അമേരിക്കക്കാരനെ അവിടെ നിന്ന് ഓടിച്ചുവിട്. അവന്റെ സൈനിക സന്നാഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞുവിട്. ഖത്തറിനോട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിനോടും പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈജിപ്തിനെയും ഈ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ്. എന്ന് പറഞ്ഞാല് ഒരു ഇസ്ലാമിക കൂട്ടായ്മ, അതിനങ്ങനെ മതപരമായ ഒരു കാര്യത്തിലാണ് പാകിസ്ഥാന്റെ കണ്ണെന്ന് പറയുന്നത് എപ്പോഴും. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. അതിൽ നിന്ന് അവർക്ക് ആദ്യം കിട്ടിയത് സൗദിയാണ്. സൗദി പോലെ രാജ്യത്തെയാണ്, സൗദി അറേബ്യയാണ് അവർക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് അമേരിക്കക്കാട്ടി വലിയ സംരക്ഷണം ഞങ്ങൾ തരാം. ഞാനും തുർക്കിയും, അതായത് പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് നല്ലാമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് നാളുകളായിട്ട് പാകിസ്ഥാനിൽ ചില തീവ്രവാദ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ സൗദിക്ക് സ്വന്തമായിട്ട് പട്ടാളവും സൈന്യവും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവര് പറഞ്ഞത്, ഞങ്ങൾ ചില സൈനിക പരിശീലനങ്ങളൊക്കെ സൗദിയിലെ പട്ടാളക്കാർക്ക് കൊടുക്കാം.
അവരെ എല്ലാം കൂടി ഇങ്ങോട്ട് വിടാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ബാച്ചിലാണ്ട് 8,000 പേരോ 10,000 പേരോ ആണ് ആദ്യത്തെ ബാച്ച് വന്നിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനിൽ കൊണ്ടുവന്നവർക്ക് സൈനിക പരിശീലനം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് പാകിസ്ഥാന്റെ സൈനിക പരിശീലനം എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയുടെ കാശ്മീരിലും POK-യിലും നമ്മുടെ അതിർത്തിയിലും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പണ്ട് കാർഗിലും അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് പഹൽഗാമിലും ഒക്കെ ചെയ്തിരിക്കുന്ന കളികൾ നമുക്കറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ അടുക്കൽ പലതരത്തിൽ കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവർക്ക് എന്ത് ഇത് കൊടുക്കാനാണ്? പട്ടാളം ഭരണിക്കുന്ന രാജ്യമാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ സൗദിയെ കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് ആണോ നടക്കുന്നതെന്ന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ്. അതിനിടയിലാണ് തുർക്കി കയറി നിൽക്കുന്നത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾറെഡി അത് പഴയ നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യമാണ്. പിന്നെ പറഞ്ഞില്ല, അവർക്കും ഇന്ത്യയുമായിട്ട് നിതാന്ത ശത്രുതയാണ്. ഇന്ത്യ അവർക്ക് വലിയ ശത്രുതയാണ്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ കൈയച്ച് സഹായിച്ച രാജ്യവും തുർക്കിയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. അപ്പൊ ഇവര് 3 പേരും കൂടാണ് ഇപ്പൊ കരാറിനകത്ത് നിൽക്കുന്നത്. ഇപ്പൊ ഈ കരാറിൽ ഒപ്പിടരുതെന്ന് നേരത്തെ തന്നെ പിന്നെ രാഷ്ട്രീയം അറിയാവുന്നവർ പറഞ്ഞതിന്റെ കാര്യം എന്താണ്? സൗദിക്ക് വലിയ ക്ഷീണം ചെയ്യും, മറ്റവന്മാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഈ യോദ്ധ ജഗതി പറയുന്നത് പോലെ കൂലിത്തല്ലുകാരൻ എന്തുവാണ്, ചിലപ്പോ ആരെയും 2 അടി അടിക്കും, അല്ലെങ്കിൽ തിരിച്ചൊരു 4 അടി തിരിച്ചു കൊള്ളും. അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യങ്ങളാണ് ഈ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യക്ഷമായ ഫലനം ഇന്നലെ രാത്രി ഇന്നലെ സംഭവിച്ചിരിക്കുകയാണ്. ഈ കരാർ ഒപ്പിട്ടും മണിക്കൂറുകൾക്കകം സൗദിയുടെ പ്രസിദ്ധമായ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ എണ്ണ അരാംകോ എണ്ണ കമ്പനിയുടെ ഒരു റിഫൈനറിക്ക് നേരെ ആക്രമണം വന്നു. ഹൂത്തികൾ അടങ്ങിയിരിക്കുന്നത്. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല, അവരൊക്കെ പ്രോക്സി വാറിന്റെ ഉസ്താദുമാരാണ്. അവരൊക്കെ ഇറാന് വേണ്ടി പ്രോക്സി വാർ ചെയ്യുന്ന ഉസ്താദുകളാണൊക്കെ. അവരടങ്ങിയിരിക്കത്തില്ല. അവർ ഇന്നലെ തന്നെ പരിപാടി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. സൗദി അരാംകോ എണ്ണ കമ്പനിയുടെ നേരെ അവര് ഡ്രോണും മിസൈലും ഒക്കെ വിട്ടെന്നാണ് പറയുന്നത്. കാരണം അവരുടെ എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. അപ്പൊ ചെങ്കടൽ അവരുടെ സർവ്വസാന്ദ്രത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ സൗദിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇത്. അപ്പൊ റിഫൈനറിക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. അവര് തന്നെ കൺഫേം ചെയ്യുന്നുണ്ട് കേട്ടോ, സൗദി അറേബ്യ തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എണ്ണ സംഭരണിക്ക് നാശനഷ്ടം ഉണ്ടായി, പക്ഷെ ആൾനാശം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയുമേ സംഭവിച്ചുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന സൗദിയെ പോലെയുള്ള രാജ്യം ഇതിനകത്ത് ഇടപെടരുതെന്ന് അന്നേ തൊട്ട് ചൂണ്ടിക്കാണിക്കുന്നതിന്റെ കാര്യം അതാണ്. പക്ഷെ ഇപ്പൊ ഈജിപ്തിനെ കൂടെ വലിച്ചെടുന്നുണ്ടെന്ന് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടും വരുന്നുണ്ട്. ഇപ്പൊ ഈ യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. കാരണം നെതന്യാഹു ഇപ്പം ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അത് ഓൾറെഡി പ്രചരണ രംഗത്തേക്ക് മാറി. ഇപ്പൊ യുദ്ധത്തിനകത്തിൽ വലിയ താല്പര്യങ്ങൾ കാണിക്കുന്നില്ല. അത് തന്നെയല്ല, അദ്ദേഹത്തിന്റെ വലതുപക്ഷ സംഘടനകൾ അവിടെ ഉള്ളവരെല്ലാം ശക്തമായിട്ട് എതിർക്കുകയാണ്. നിങ്ങൾ ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തിയിട്ട് വേണം, നമുക്ക് തെരഞ്ഞെടുപ്പ് നേരിടണ്ടേ, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നേരിടേണ്ട സമയങ്ങളാണ്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവര് എതിർക്കുന്നവരാണെങ്കിൽ വലിയ ഭീകരമായ പക്ഷമാണ്. ഹമാസിനെ ഒരിക്കലും നിരായുധന്മാരാക്കിയിട്ട് നമുക്കിവിടെ ഈ രാജ്യം ഭരിക്കാമെന്ന് നടക്കുന്ന കാര്യമല്ല. പക്ഷെ അല്ലാതെ നെതന്യാഹുവിന് നിലനിൽപ്പുമില്ല. നെതന്യാഹുവിനില്ലെങ്കിൽ അവർ കൊല്ലും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ട്രംപിനെ ഇറാൻ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ ഏത് സമയത്തും തട്ടിപ്പോകാവുന്ന 2 നേതാക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് യുദ്ധം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ രണ്ടുപേർക്കും. അപ്പൊ അതിൻ്റെതായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ പ്രോക്സി വാറിലേക്കാണ് ലോകം പോകുന്നതെന്നാണ് തോന്നുന്നത്. ഇതിനകത്തിൽ ആവശ്യമില്ലാതെ സൗദി അറേബ്യ കയറി തലയിട്ട് കൊടുത്തത് വലിയൊരു സർവനാശത്തിലേക്ക് അത് കൊണ്ടുപോകുമെന്ന് തോന്നുന്നു. ഇവരുടെ കയ്യിലും, നെതന്യാഹുവിന്റെ കയ്യിലും ട്രംപിന്റെ കയ്യിലും യുദ്ധം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലേക്കാണ് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും ഹൂതികൾ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ചെങ്കടലിലെ ബാബ അൽമാണ്ടബ് കടലിടുക്കിൽ പോലും സൗദിക്ക് അവർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് സൗദി അറേബ്യക്ക് നേരെ വൻതോതിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നതും. ഇത് സൗദി അറേബ്യയിലെ സമാധാനാന്തരീക്ഷത്തെ മാത്രമല്ല, ഏറ്റവും കൂടുതൽ അവിടെയുള്ള ജനങ്ങളെ അതീവ ഗുരുതരമായി ബാധിക്കാൻ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. സൗദിയും തുർക്കിയും പാകിസ്ഥാനും ചേർന്നൊപ്പിട്ട കരാറാണ് ഹൂതികളെ വീണ്ടും പ്രകോപിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ സൗദി അറേബ്യക്ക് നേരെ ആക്രമണം കടുപ്പിച്ചാൽ നിലവിൽ സ്ഥിതി വഷളാകാനുള്ള സാധ്യതയുമുണ്ട്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.